വെൽക്കം ടു QA ഫോക്കസ്. ഇന്ന് നമ്മൾ ഇൻ്റഗ്രേഷനകത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. PYQs തന്നെയാണ്. പെട്ടെന്ന് ചെയ്യാനുള്ള കുറച്ച് ഷോർട്ട് കട്ട്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അറിയാമല്ലോ, ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ലെന്തി ആയിട്ടുള്ളതാണ്. നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കും. അപ്പം കുറേ പേരെങ്കിലും ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും, കുറേ പേര് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. ചിലർ ടൈം സ്പെൻഡ് ചെയ്താലും കറക്റ്റ് ആൻസറിലെത്തും. ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആൻസറിലേക്ക് എത്തണമെന്നില്ല. അപ്പം ടൈം നന്നായിട്ട് വേസ്റ്റ് ആകും. അപ്പോൾ എപ്പോഴും അതിനകത്ത് ഷോർട്ട് കട്ട്സും ട്രിക്സും അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അതുപോലെ തന്നെ ആ ടൈം നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്കും കൂടി സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോന്നേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, integral tan square 2x minus cot square 2x into dx is equal to. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PYQ ആണ്. 2022 ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് tan square 2x എന്ന് പറയുന്നത് sec square 2x minus 1 ആണെന്ന് നമുക്കറിയാം. അതുപോലെ cot square 2x എന്ന് പറയുന്നത് cosec square 2x minus 1 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇത് മൈനസ് ആയിട്ട് മാറും, ഇത് പ്ലസ് ആയിട്ട് മാറും. ഈ പ്ലസും മൈനസും കൂടി ക്യാൻസൽ ആയിട്ട് ബാക്കി നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? sec square 2x മൈനസ് cosec square 2x എന്നായിരിക്കും. ഇൻറ്റു ആരുണ്ട്? ഒരു dx ഉണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ എളുപ്പമല്ലേ? sec square 2xൻ്റെ ഇൻ്റഗ്രേഷൻ എന്തായിരുന്നു? tan 2x by 2 ആണ് അല്ലേ? അതുപോലെ cosec സ്ക്വയറിൻ്റെ ആരാ? മൈനസ് കോട്ടാണ് അല്ലേ? മൈനസ് കോട്ട്, മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ അവിടെ പ്ലസ് ആയിട്ട് മാറും. cot 2x by 2 എന്ന് വരും. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അല്ലേ? 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു tan 2x പ്ലസ് cot 2x പ്ലസ് സി എന്ന് വരും. ഇപ്പം നമുക്ക് ഓപ്ഷനകത്ത് തന്നിട്ടുണ്ട് അല്ലേ? ഓപ്ഷൻ ബി നോക്കിക്കേ, ഹാഫ് ഇൻറ്റു tan 2x പ്ലസ് cot 2x പ്ലസ് സി ആണ്. സൊല്യൂഷനിലേക്ക് നമ്മളെത്തി. ഓക്കെ, കുറേ ചെയ്ത് പ്രാക്ടീസ് ആണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറി ആൻസറിലേക്ക് എത്താമെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കി 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 അങ്ങ് പ്രാക്ടീസ് ആകുക. ഓക്കെ, ഇതുപോലുള്ള PYQs കാണുമ്പോൾ അതൊന്നും വിട്ട് കളയാതിരിക്കുക, മാക്സിമം ചെയ്യാൻ നോക്കുക. അതുപോലെ ഇടയ്ക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടേബിളിൽ ബുക്ക് എടുത്ത് വെച്ചേക്കുക, ഏത് സബ്ജക്റ്റിനെ ആണെങ്കിലും. അപ്പോൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കാത്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബുക്ക് എടുത്ത് വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് വന്നത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. ഇപ്പോൾ ഫ്രീ ടൈം എന്ന് പറയുമ്പോൾ അധികം ഫ്രീ ടൈം ഒന്നും കാണത്തില്ല, ഫുൾ ടൈം പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എങ്കിൽ പോലും ഇപ്പോൾ ഇടയ്ക്കൊന്ന് ലഞ്ച് കഴിക്കാനോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ആയിട്ട് ഒന്ന് എഴുന്നേറ്റെന്ന് വിചാരിക്കുക. ഒന്ന് മുഖമൊക്കെ കഴിയുമെന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ജസ്റ്റ് ആ ബുക്കൊന്ന് തുറന്ന് നോക്കുക. ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ അവിടെ കാണുന്നത് ജസ്റ്റ് ഒന്ന് വായിക്കുക. അല്ലെങ്കിൽ ഫോർമുലാസ്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും മാത്സിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ട്രിക്ക്, ഏതെങ്കിലും 2 എണ്ണം നോക്കിയിട്ട് പോയിരുന്ന് കഴിക്കാനിരിക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു, ഫാമിലിയുടെ കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഔട്ടിക്ക് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും 2 പോയിന്റ്സ് ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ നമ്മുടെ ട്രാവലിങ്ങിൽ നമ്മുടെ മൈൻഡിൽ ഇതിങ്ങനെ നിൽക്കും. ഇൻ കേസ് ആൻസർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വന്നിട്ട്, അല്ലെങ്കിൽ എവിടെയും കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ തിരിച്ച് വന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ തിങ്ക് ചെയ്ത് വരുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ തിങ്ക് ചെയ്യും. വന്നിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതും കൂടി ചേർത്തങ്ങ് ചെയ്ത് നോക്കുക. കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. എങ്ങനെയും നമ്മുടെ ടൈം മാക്സിമം എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനാണേ. ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ -1 to 1 x mod x into dx ഈക്വൽ ടു. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്
ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. തന്നിരിക്കുന്നത് ഓഡാണോ ഈവൻ ആണോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമുക്കിത് ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു മോഡ് എക്സ് ആണ് അല്ലേ. എഫ് ഓഫ് മൈനസ് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. മൈനസ് എക്സ് കൊടുത്തു, മോഡ് മൈനസ് എക്സ് കൊടുത്തു. ദാറ്റ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് അല്ലേ. മൈനസ് മോഡ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? മോഡ് എക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് എക്സ് തന്നെ നമുക്ക് കിട്ടി. ശരിയാണോ? എഫ് ഓഫ് മൈനസ് എക്സ് നമ്മൾ കൊടുത്ത് മൈനസ് ഇട്ട് നോക്കി. മൈനസ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് മൈനസ് ഓഫ് എഫ് എക്സ് ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് എക്സ് ആണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? ഓഡ് ഫംഗ്ഷനാണ് അല്ലേ. ഓഡ് ഫംഗ്ഷനാണ്. ഈവൻ ആകണമെങ്കിലോ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് എക്സ് തന്നെ വരണമായിരുന്നു. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് മൈനസ് ആണ്. മൈനസ് വന്നിരിക്കുന്നതുകൊണ്ട് ഇത് ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ഇന്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 പ്രൊവൈഡഡ് എഫ് ഓഫ് എക്സ് ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നേരെ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. 0 ആണ്. ക്ലിയർ ആയോ? ഇനി ഈവൻ ഫംഗ്ഷൻ ആയിരുന്നെങ്കിലോ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരുന്നെങ്കിലോ ഒന്ന് ഓർത്ത് നോക്കിക്കേ. മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇഫ് എഫ് എക്സ് ഇസ് ഈവൻ വി ഹാവ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് സൊല്യൂഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്തിട്ടോണം. കാരണം നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ടുള്ളതാണ്. പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതും 2018-ലോ 17-ലോ കണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് തന്നേക്കാം, കാണാൻ മറന്നു പോകരുതും. ഇതിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ തന്നെ വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാനുള്ള ട്രിക്സ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ മറന്നു പോരുത് കേട്ടോ. സാധാരണ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയും കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാമെന്ന്. ഇതൊന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്പീഡിൽ ചെയ്യാനുള്ള കുറച്ച് ട്രിക്സും ഷോർട്ട് കട്ട്സും അതിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തേക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2 അല്ലേ. ഇനി നമുക്ക് 1 + 1 എന്ന് എഴുതാമല്ലോ. പ്ലസ് 2-നെ 1 1 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇനി ഈ തന്നിരിക്കുന്ന ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ് പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. 1/x മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇതിനെ ഫുള്ളായിട്ട് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എടുക്കാമല്ലോ. 1/x സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് അല്ലേ ഇൻ്റഗ്രൽ. എന്താ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ് അല്ലേ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്. പക്ഷെ നമുക്കിവിടെ എക്സിൻ്റെ പ്ലേസ് തന്നിരിക്കുന്നത് എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ റിസൾട്ട് എങ്ങനെ മാറും? ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1 പ്ലസ് സി എന്ന് വരും. ഇതായിരിക്കും ആൻസർ. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1 പ്ലസ് സി ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നോക്കി ഇട്ടോണം. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനും ഒരു ട്രിക്ക് ബേസ്ഡ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് വായിച്ചു നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 1 to 3 മോഡ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ മോഡ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം ഈ തന്നിരിക്കുന്നത് -1 മൈനസ് എക്സ് സ്ക്വയറുമാകാം പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയറുമാകാം.
അല്ലേ? രണ്ടിൻ്റെയും മോഡ് എടുക്കുമ്പോൾ നമുക്ക് ഒന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് അതെന്താണെന്ന് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് ചെയ്യേണ്ട ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന ആ ലിമിറ്റിന് ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ ഈ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 2 3 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന വാല്യൂ നമുക്ക് ഏതെടുക്കാം? 2 എടുക്കാം അല്ലേ? 2 ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ 4 ആണ്, ദാറ്റ് ഈക്വൽ ടു -3. നമുക്കിവിടെ കിട്ടിയ ആൻസർ മൈനസ് അല്ലേ? മൈനസ് ആണെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് ആരെയാ? മൈനസ് വരുന്നത്, നെഗറ്റീവ് വരുന്നത്. അതായത് നെഗറ്റീവ് 1 മൈനസ് എക്സ് സ്ക്വയർ വേണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. നെഗറ്റീവ് 1 മൈനസ് എക്സ് സ്ക്വയറിന് എനിക്ക് എളുപ്പത്തിന് എക്സ് സ്ക്വയർ -1 എന്ന് എഴുതാമല്ലോ. തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ചെയ്തു പോയാലും കുഴപ്പമൊന്നുമില്ലേ. ഒന്ന് എളുപ്പത്തിന് വേണ്ടി മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇൻ്റഗ്രൽ 1 to 3 എക്സ് സ്ക്വയർ -1 ഇൻറ്റു ഡി എക്സ്. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാം. x³/3 മൈനസ് എക്സ്, ദെൻ ലിമിറ്റ് അല്ലേ? ലിമിറ്റ് എവിടെ തുടങ്ങി എവിടെ വരെ വരുന്നത്? 1 to 3. ഇത് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3³ അല്ലേ? 3³/3 3³/3 വരുമ്പോൾ നമുക്ക് 3 സ്ക്വയർ വരും. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. മൈനസ് ഇവിടെ 3 ഇട്ട് കൊടുക്കുമ്പോൾ 3 വന്നു. മൈനസ് ഇനി അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1/3 -1 എന്ന് വരും. 6 മൈനസ് ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് -2/3 വരും. -2/3 മീൻസ് +2/3 ആണ്. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 20/3 അല്ലേ? 20/3 എന്ന് വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നോട്ടിൽ എഴുതിയിടുക. സൈഡിൽ അങ്ങനെ നിങ്ങൾ തന്നെ ഒരു സൈഡ് നോട്ട് എഴുതിയിടുക. മോഡലസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിടുക. എക്സാമിനകത്ത് ഒട്ടുമ്പോഴുള്ള ദിവസം ജസ്റ്റ് ആ നോട്ട്സ് തന്നെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ നോക്കണോ എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് അത് എടുക്കുക. അവിടെ എന്താണോ ടിപ്പ്, ട്രിക്ക്, ഷോർട്ട് കട്ട് അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, കീവേഡ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിടുക. മാത്സ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും കോമൺ ആയിട്ട് പറഞ്ഞതാണേ. ഓക്കെ, അപ്പം അതും ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത്തരം ക്വസ്റ്റ്യൻസ് e⁻x വരുന്ന ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തേക്കുക. e⁻x sec x × 1 + tan x × dx. e⁻x വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ പാറ്റേണിൽ വരുന്നതാണോ എന്നൊന്ന് നോട്ട് ചെയ്തേക്കുക. f(x) + f'(x) ഈ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് e⁻x sec x കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്ത് വരും? sec x + sec x tan x എന്ന് വരും. ശരിയാണോ? sec x അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് sec x tan x. അതായത് ഇത് fx, ഇത് f'(x) ആണ്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് e⁻x fx + c ആയിരിക്കും. e⁻x fx + c ആയിരിക്കും. നോട്ട് ചെയ്തിട്ടോണേ. ബ്രാക്കറ്റിനകത്ത് വരുന്നത് fx + f'(x) ഫോമിലാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. നേരിട്ടങ്ങ് e⁻x fx എന്താണെന്നുള്ളത് എടുത്തെഴുതിയാൽ മതി. സിമ്പിൾ അല്ലേ? ഇവിടെ എന്താ വന്നിരിക്കുന്നത്? e⁻x fx എന്ന് പറയുന്നത് sec x ആണ് + c. ആൻസറായി. കണ്ടോ? ഇത്ര മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ളൂ. e⁻x sec x + c. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്തിട്ടോണം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ക്വസ്റ്റിന് 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. 2020 കീമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണേ.
അതുപോലെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 22 PYQ ആണ്. ഇന്റഗ്രൽ π/6 to π/2 ആണോ നോക്കിയേക്കട്ടെ. അതെ, cot x by sin x അല്ലേ. cot x by sin x into dx ആണ്. 1/sin x എനിക്ക് എളുപ്പത്തിന് എന്ത് എഴുതാം? cosec x എന്ന് എഴുതാം. cosec x cot x into dx എന്ന് വരുമല്ലോ. ലിമിറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ചെയ്യാൻ എളുപ്പമല്ലേ. cosec x cot x എന്ന് പറയുന്നത് ആരാ? മൈനസ് cosec x ആണ്. മൈനസ് cosec x ആണ് അല്ലേ. ഇൻ്റഗ്രൽ cosec x cot x എന്ന് പറയുന്നത് മൈനസ് cosec x ആണ്. ഇനി ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. π/6 to π/2 ആണ്. ഈ മൈനസ് സൈൻ അങ്ങ് പുറത്തേക്ക് എടുത്തേക്കുക. ബാക്കി നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് cosec π/ അപ്പർ ലിമിറ്റ് അല്ലേ 2 മൈനസ് cosec π/6 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. ഇനി cosec π/2 എന്ന് പറയുന്നത് ആരാ? 1/sin 90 ആണ് അല്ലേ. sin 90 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? 1 വരും. മൈനസ് ഇതെന്ന് പറയുന്ന ആരാ? π/6 എന്ന് പറയുമ്പോൾ 30 ആണ്. 1/sin 30 ആണ്. 1/sin 30 എന്ന് പറയുമ്പോൾ നമുക്ക് 2 കിട്ടും. -1 മൈനസ് +1 ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ സിംപ്ലിഫൈ ചെയ്യാൻ. 2022 കീമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് √1 - sin 2x × dx = എന്താന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിനകത്ത് ഓപ്ഷനകത്ത് ഏതാണ് കറക്റ്റ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് 1 നമുക്ക് cos² x + sin² x എന്ന് എഴുതാവോ? sin 2x 2sin x cos x എന്ന് എഴുതാവോ? അങ്ങനെയാണെങ്കിൽ ഈ റൂട്ടിനകത്ത് നമുക്ക് cos² x + sin² x മൈനസ് 2sin x cos x എന്ന് വരുമോ? എന്ന് വെച്ചാൽ a² + b² മൈനസ് 2ab ഫോമിലേക്ക് വന്നോ? റൂട്ടിനകത്ത് cos² x + sin² x മൈനസ് 2sin x cos x. പുറത്താരുണ്ട്? റൂട്ടുണ്ടല്ലേ. പുറത്ത് റൂട്ടുണ്ട്. ദാറ്റ് ഈസ് cos x മൈനസ് sin x ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി നമ്മൾ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? cos x മൈനസ് sin x വരും. ഇനി എളുപ്പമല്ലേ, എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി? √1 - sin 2x പകരം cos x - sin x നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ cos x - sin x × dx എന്ന് വരും. നമുക്കറിയാം cos x-ൻ്റെ sin x ആണ്. ഇതിൻ്റെ മൈനസ് cos x ആണ് അല്ലേ. മൈനസ് cos x ആണ്. മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ ഇവിടെ പ്ലസ് ആയിട്ട് മാറും. cos x കിട്ടും. +c ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് a sin x + b cos x + c ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇവിടെ a ആരായിരിക്കും? 1. b ഇവിടെ ആരായിരിക്കും? 1 അല്ലേ. എയുടെയും ബി ഇവിടുത്തെ sin x-നെയും cos x-നെയും കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് a എന്ന് പറയുന്നത് ഇവിടെ 1 ആയിരിക്കും, b എന്ന് പറയുന്നത് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് കറക്റ്റ് വരുന്നത് നോക്കിയാൽ മതി. a + b = 0 ഒരിക്കലും വരില്ല അല്ലേ. 1 + 1 ഒരിക്കലും 0 വരില്ല. a + b - 1 = 0 ഒരിക്കലും വരില്ല. അത് 1 വരുള്ളൂ. a - b + 2 = 0 അതും വരില്ല. കാരണം a - b എന്ന് പറയുന്നത് തന്നെ ഓൾറെഡി 0 ആണ്. a + b - 2 = 0 അത് പോസിബിൾ ആണ്.
അല്ലേ? എയ്ക്കും ബിക്കും 1 ആണ് വാല്യൂ. 1 + 1 2, 2 - 2 0. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഡി ആണ്. ആൻസർ ഡി ഇസ് ദി റൈറ്റ് ഓപ്ഷൻ. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇത്രയും ക്വസ്റ്റിന് നമുക്കൊരു ഷോർട്ട് കട്ട് വെച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. അല്ല നമ്മൾ നോർമൽ വേ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റ് ആവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെ നമ്മൾ നോക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3x - 1 by x - 1, x - 2, x - 3 ആണ് അല്ലേ? 3 × dx ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ആൻസർ അങ്ങ് കൊടുത്തേക്കുക. a log x - 1 പ്ലസ് b log x - 2 എന്ന് പറയുന്ന അടുത്തത് അല്ല, നെക്സ്റ്റ് ബ്രാക്കറ്റ്. അത് കഴിഞ്ഞിട്ടുള്ള പ്ലസ് c log x - 3. ഇനി നമ്മൾ ഇതിനകത്ത് എയും ബിയും സിയും ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ആ എയും ബിയും സിയും ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് മനസ്സിലാകാനായിട്ടാണ് ലെന്തി ആയിട്ട് എഴുതി പോകുന്നത്. നിങ്ങൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പം അങ്ങ് ചെയ്തു പോവുക കേട്ടോ. എയുടെ കൂടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എയുടെ ടേം ഫുള്ളായിട്ട് എയുടെ കൂടെ വന്നിരിക്കുന്നത് x - 1 അല്ലേ ഇവിടെ? ഇതിനെ അങ്ങ് 0 ആക്കി മാറ്റുക. ഇതിനെ 0 ആക്കാനായിട്ട് നമ്മൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കണം? 1 വാല്യൂ കൊടുക്കണം. ആ 1 വാല്യൂ ഈ x - 1 ഒഴികെയുള്ള ബാക്കിയുള്ളതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ടു ഗെറ്റ് എ പുട്ട് x = 1 ഇൻ ഇതിനകത്താ 3x - 1 by x - 2 × x - 3. ആര് വേണ്ട? x - 1 വേണ്ട. കാരണം നമുക്ക് x - 1 0 ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. 1 ഇട്ട് കൊടുത്താൽ 3 - 1 2 വരും. ബൈ ഇവിടെ 1 വരുമ്പോൾ -1 ഇൻറ്റു ഇവിടെ 1 വരുമ്പോൾ -2 വരും. ദാറ്റ് ഈസ് 2/2 ദാറ്റ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എയുടെ വാല്യൂ കിട്ടി 1 എന്ന് കിട്ടി. സെയിം വേ ടു ഗെറ്റ് ബിയുടെ കൂടെ വന്നിരിക്കുന്ന ആരാ നോക്കുക? x - 2 ആണ് അല്ലേ? x - 2 ആണ്. അപ്പോൾ നമ്മൾ x - 2 ടു ഗെറ്റ് b x - 2 = 0. That means we have to put x = 2. x = 2 ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് ഇൻ 3x - 1 by x - 2 ഒഴികെ ബാക്കി ആരൊക്കെ അവിടെ വരുന്നതെന്ന് നോക്കണം. x - 1ഉം x - 3ഉം. ടു അല്ലേ ഇട്ട് കൊടുക്കേണ്ട. 2 വരുമ്പം 6 - 1 5 വരും. ബൈ താഴെ 2 വരുമ്പോഴത്തേക്കും 1 ഇൻറ്റു ഓക്കെ ഇവിടെ 2 അല്ലേ? 2 - 1 1. അതുപോലെ ഇവിടെ 2 വരുമ്പോഴത്തേക്കും ഇവിടെ -1 വരും. ദാറ്റ് ഈക്വൽ ടു -5 എന്ന് വരും. ഓക്കെ അല്ലേ? -5. ദാറ്റ് മീൻസ് b is equal to -5. അങ്ങനെയാണെങ്കിൽ b നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ. c കിട്ടാൻ എന്ത് ചെയ്യണം? പുട്ട് x = 3. ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് 3x - 1 by x - 1 into x - 2ലേക്ക് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. 3 ഇട്ട് കൊടുക്കുമ്പോൾ 9 - 1 8 വരും. ബൈ താഴെ 3 വരുമ്പോഴത്തേക്കും 2 ഇൻറ്റു ഇവിടെയും 3 അല്ലേ? 3 - 2 എന്ന് പറയുമ്പോൾ 1 വരും. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സി നമുക്ക് 4 കിട്ടി. ഇനി നമ്മുടെ ആൻസർ നമുക്ക് പെട്ടെന്ന് എഴുതാം. ആൻസർ എങ്ങനെ എഴുതുന്നത്? a log x - 1 ആയിരുന്നു അല്ലേ? എയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 1 ആണ്. അപ്പോൾ എന്ത് വരും? ലോഗ് x - 1 ദെൻ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് -5 ആണ്. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബിയുടെ വാല്യൂ നമുക്ക് -5 ഇട്ട് കൊടുക്കാം. -5 ഇൻറ്റു ലോഗ് x - 2 ആണ്. പ്ലസ് സിയുടെ വാല്യൂ 4 ആണ്. 4 ഇൻറ്റു ലോഗ് x - 3 ആണ്. ക്ലിയർ ആയോ?
ഇത് മനസ്സിലാകാനാണ് സ്റ്റെപ്സ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പതുക്കെ പതുക്കെ പറഞ്ഞു പോയത്. എക്സാമിന് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റെപ്സ് ഇങ്ങനെ ചെയ്യാതെ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ചെയ്തു പോകാനായിട്ട് നോക്കണം. അതായത് 3x - 1 by x - 1 into x - 2 into x - 3 അല്ലേ? നമ്മൾ ഏതാണ് എടുക്കാത്തത് അതിനെ റൗണ്ട് ചെയ്ത് മാറ്റിയേക്കുക. ബാക്കിയുള്ളതിലേക്ക് ജസ്റ്റ് വാല്യൂ ഇവിടെ തന്നെ നമ്മളങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്ത് കിട്ടുന്നു അതെടുത്ത് എഴുതുക. ഇനി അടുത്തത് ഇട്ട് നോക്കുമ്പോൾ അതിനെ കട്ട് ചെയ്യുക. ബാക്കിയുള്ളതിന് വാല്യൂസ് ഇവിടെ തന്നെ ഇട്ട് കൊടുക്കുക. ആൻസർ എടുത്ത് എഴുതുക. നെക്സ്റ്റ് ഇത് കളഞ്ഞിട്ട് ഇവിടെ തന്നെ വാല്യൂ ഇടുക. അതിൻ്റെ ആൻസർ എടുത്ത് എഴുതുക. ABC കിട്ടി. ആൻസർ ഫൈനൽ സ്റ്റെപ്പിലേക്ക് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ആൻസർ വരുന്നു എന്നുള്ളത് ഓപ്ഷൻ നോക്കി അങ്ങ് ചെക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ ഒന്ന് ചെയ്ത് നോക്കി ക്ലിയർ ചെയ്തോണം. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി കൂടുതൽ വീഡിയോസും കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്കിനിയും കാണാം. താങ്ക് യു സോ മച്ച്.